السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عبد الله بن مسعود رضي الله عنه قال قال النبي صلى الله عليه وسلم أيكم مال والده أحب إليه من ماله؟ قالوا يا رسول الله ما منا أحد إلا ماله أحب إليه قال فإن ماله ما قدم ومال والده ما أخر. رواه البخاري. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 6442 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തുകയാണ്. നാം ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഹദീസിനെ സംബന്ധിച്ചാണ് ഇതിന്റെ ഉള്ളടക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ നൽകുന്ന പഠിപ്പിക്കുന്ന ശൈലി ഇതിൽ കാണാൻ പറ്റും. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന രീതിയും റസൂൽ വളരെ വ്യക്തമായി നമ്മെ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരിൽ നിന്ന് മറുപടി കിട്ടാത്ത ഒരവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അത് ദൂരീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സവിശേഷമായ കാര്യങ്ങൾ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. അയ്യക്കും മാലു വാരിത്തിഹി അഹബ്ബ ഇലൈഹി മിൻ മാലിഹി? ആർക്കാണ് സ്വന്തം സമ്പത്തിനേക്കാൾ തന്റെ അനന്തരാവകാശിയുടെ സമ്പത്തിനോട് ഇഷ്ടമുള്ളത്? ഖാലു യാ റസൂലല്ലാഹ് മാ മിന്നാ അഹദുൻ ഇല്ലാ മാലഹു അഹബ്ബു ഇലൈഹി. ഞങ്ങളിൽ ആർക്കാണ്, കാരണം റസൂലുള്ളാഹിക്ക് അറിയാം നാട്ടിൽ ആർക്കാ പൈസ ഉള്ളത്, ആർക്കാ സമ്പത്തുള്ളത്, എത്ര ഉണ്ട്, എങ്ങനെയുണ്ട്, എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് എന്നൊക്കെ റസൂലുള്ളാഹിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ സഹാബത്ത് ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് തന്റെ അനന്തരാവകാശിയുടെ സ്വത്തിൽ സമ്പാദ്യത്തിൽ ഇഷ്ടമുണ്ടാകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്ന മാലഹു മാ ഖദ്ദമ. ഏതൊരു സമ്പാദ്യമാണോ അയാൾക്കുള്ളത്, അയാളത് മുൻകൂട്ടി ചെയ്തത്, അതാണ് അയാൾക്കുള്ളത്. മാലു വാരിസിഹി, അയാളുടെ അനന്തരാവകാശിയുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ മാ അഖറ, അയാൾ കൊടുക്കാതെ ഉപേക്ഷിച്ചു പോകുന്നതുമാണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ശുഹരിയ് റളിയല്ലാഹു അൻഹുവിലുള്ള ഹദീസിൽ കാണാൻ പറ്റും. അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് നടന്നു ചെല്ലുകയാണ്. വഹുവ യഖറഉ അൽഹാകുമുത് തകാസുർ. റസൂലുള്ളാഹിയാകട്ടെ ഖുർആനിലെ 102ാമത്തെ സൂറത്ത് തകാസുറിലെ 1ാമത്തെ ആയത്ത് അൽഹാകുമുത് തകാസുർ അൽഹാകുമുത് തകാസുർ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ സഹാബി അവിടെ ചെല്ലുന്നത്. ആ ചെല്ലൽ കണ്ടു സലാം പറഞ്ഞു. സ്വാഭാവികമായിട്ടും അറിയാം, നമുക്ക് സലാം പറഞ്ഞു മടക്കിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം യഖൂലു ഇബ്നു ആദം, ആദമിന്റെ മകൻ. കാരണം മനുഷ്യരായ ഓരോരുത്തരും ഇങ്ങനെ പറയും മാലി മാലി, എന്റെ സമ്പത്ത്, എന്റെ സമ്പത്ത്, എന്റെ അത്, എന്റെ ഇത്, ഇങ്ങനെയാണല്ലോ ബേജാറുണ്ടാവുക. അല്ലാഹു പറഞ്ഞു ഖുർആനിൽ അൽഹാബിന് തൊട്ട് മുൻപുള്ള വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. സ്വത്ത് ശേഖരിക്കുകയും അതിങ്ങനെ എണ്ണി അതിന്റെ കണക്ക് നോക്കി അതിന്റെ പിന്നാലെ നടക്കുകയും ചെയ്യുന്ന ആളുകൾ, മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ വൈലുൻ എന്ന നരകത്തിലാണ് ചെന്ന് ചാടുക എന്ന് പറഞ്ഞു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മനുഷ്യൻ ഇങ്ങനെ സമ്പത്ത് സമ്പത്ത് എന്ന് പറയും. വഹല്ലക യാ ഇബ്നു ആദം, മനുഷ്യ നിനക്ക് എന്താണുള്ളത്? മിൻ മാലിക, നിന്റെ സമ്പത്തിൽ നിന്ന്, ഇല്ലാമാ അകൽത ഫഅഫ്നൈത, നീ തിന്ന് തീർത്തതല്ലാതെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അത് കഴിച്ചു എങ്കിൽ അത് കിട്ടി. ഔ ലബിസ്ത ഫഅബ്ലൈത, അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെട്ട പോലെ ധരിച്ചു എങ്കിൽ അതും കിട്ടി. ഔ യതസദ്ദഖത ഫഅംലൈത, അതല്ലെങ്കിൽ നീ വല്ലതും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് കൊടുത്ത് തീർത്തിട്ടുണ്ടോ? ഇതും കിട്ടി. എന്നതിൽ കവിഞ്ഞ് ബാക്കി ഒന്നും നിനക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അരികിലേക്ക് സമ്പന്നരായിട്ട് തിരിച്ചു ചെല്ലുക എന്നുള്ളതാണ്. അതല്ലെങ്കിലും ഇവിടെ പിടിച്ചു വെച്ച് ചുരുട്ടിക്കൂട്ടി എല്ലാം എന്റേതാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്നത്തെ എങ്ങനെയെന്നറിയാം? ദുനിയാവില് സമ്പത്തിന്റെ ഒരു സെക്യൂരിറ്റിക്കാരൻ മാത്രമായിട്ട്. ഇവിടെ സ്വത്ത് സൂക്ഷിക്കാൻ വേണ്ടി കാവൽ നിന്നു,
കാവൽ ജോലി കഴിഞ്ഞു, ഓനോന്റെ പാട് നോക്കിപ്പോയി. ഏതുപോലെ ATM കൗണ്ടറിന് കാവൽ നിൽക്കുന്നത് പോലെ, ബാങ്കിന്റെ കാവൽ നിൽക്കുന്നത് പോലെ നമ്മൾ ദുനിയാവിൽ മുഴുവൻ ഉണ്ടാക്കിന്റെ കാവൽക്കാരനാണ്. ചാവി നമ്മുടെ കയ്യിലാണ്, റിമോട്ട് നമ്മുടെ കയ്യിലാണ്, പാസ്വേഡ് നമ്മുടെ കയ്യിലാണ്. കൈ കഴിഞ്ഞാലും കഥ കഴിഞ്ഞു, പിന്നൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ സൂറത്ത് ആർക്കാ കാണാതറിയാത്തത്, യാസീൻ. ഇതിന്റെ 12-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? ഇന്നാ നഹ്നു നുഹീൽ മൗത, തീർച്ചയായും നാമാണ് നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വനക്തുബു മാ ഖദ്ദമു, ബാക്കിയെന്താ? വആഥാറഹും, വനക്തുബു, ഞാൻ എഴുതുന്നുണ്ട്, മാ ഖദ്ദമു, നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചതും, വആഥാറഹും, നിങ്ങളുടെ അസറുകളും. ഇന്ന് നാം അനുഭവിക്കുന്നത് എന്താ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് അല്ല, അതൊക്കെ ഏതോ കാലത്ത് പല ആൾക്കാരുണ്ടാക്കിയതാ. മാവ് ഒരു 25 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളല്ല അതിന്റെ ആൾക്കാർ. മറ്റു പലതും, ഭൂമിയിലെ മറ്റു സംവിധാനങ്ങളൊക്കെ. ഇനി വരുന്ന തലമുറക്ക് നമ്മുടെ അസർ എന്താ നമ്മൾ ചിന്തിക്കണം. പള്ളി, പള്ളിക്കാട്, മദ്രസ, ചെമ്പ് പാത്രം, ഇതൊക്കെ നമ്മുടെ മഹലിലുണ്ടല്ലോ. നമ്മളുണ്ടാക്കിയതാ അല്ല, നമ്മുടെ പൂർവികരായിട്ടുണ്ടാക്കിയതാ. ഇനി അതിൽ എവിടെയെങ്കിലും ഒരു ഗ്ലാസ്, ഒരു സ്പൂണ്, ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്, ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് എന്തെങ്കിലും നമ്മുടെ വകയായിട്ടുണ്ടോ? ഇല്ല. ഇതാണ് അല്ലാഹു പറഞ്ഞത് ഖദ്ദമു വആഥാറഹും, നിങ്ങളുടെ അസറുകൾ. ഇങ്ങനെ അസറുകൾ ഇവിടെ അനന്തരാവകാശിക്ക് കൊടുത്തു പോകാനുള്ളതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്കുള്ളത്. ബാക്കി വെക്കുന്നതോ അനന്തരാവകാശിയുടെ സ്വത്താണ്. ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ആ ഹദീസിന്റെ ആകത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ നൽകിയ സമ്പത്തിന്റെ വിഹിതം നൽകുന്ന ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളിൽ അവന്റെ ഏറ്റവും വലിയ സമ്മാനം സ്വീകരിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് വിജയം വരിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാനിൽ നാം നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും അള്ളാഹു തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായ അമലു സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശേഷിക്കുന്ന അതിന്റെ രാവും പകലും ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.